BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. എന്നും പ്രതിപക്ഷ നേതാവ്. നീക്കങ്ങൾ എത്ര കൃത്യമാണെന്ന് മനസ്സിലാക്കുവാൻ കേരളമാകെ ശ്രദ്ധിച്ച ഒരു ചിത്രം മാത്രം മതിയാകും. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം VS ചന്ദ്രശേഖരന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ രമയെ ആശ്വസിപ്പിക്കുവാനെത്തി. കൊലപാതകത്തിന് പാർട്ടി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കാലത്ത് വോട്ടെടുപ്പിന്റെ നിർണായക ദിവസം VS നടത്തിയ ആ സന്ദർശനം CPMനെ ഏൽപ്പിച്ച ആഘാതം വലുതായിരുന്നു. TP വധത്തിനു ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ CPM ജയിച്ചുകൂടെന്ന ലക്ഷ്യം എത്ര കൃത്യമായി അദ്ദേഹം നേടി. എന്നാൽ ചന്ദ്രശേഖരന്റെ RMP UDFുമായി പിന്നീട് ധാരണയിലായെന്ന വിമർശനം ഉന്നയിക്കുവാനും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും VSൽ ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. ഭരണപക്ഷത്തെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. VS അച്യുതാനന്ദനെക്കുറിച്ചുള്ള സുകുമാർ അഴീക്കോടന്റെ നിർവചനമാണിത്. ദുരഭിമാനക്കൊല. ദമ്പതിമാരെ മരുഭൂമിയിലെത്തിച്ച് വെടിവെച്ചു കൊന്നു. ശിക്ഷ വിധിച്ചത് ഗോത്ര നേതാവ്. 14 പേർ അറസ്റ്റിൽ. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഒരു കൂട്ടം ആളുകൾ ദമ്പതികളെ മരുഭൂമിയിൽ കൊണ്ടുപോയി വെടിവെച്ചു കൊന്ന സംഭവത്തിൽ പോലീസ് 14 പേരെ അറസ്റ്റ് ചെയ്തു. വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കി ഇവരെ വെടിവെക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ഇൽസാനുള്ള ബാനോ ബീബി എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്നും 3 ദിവസം മുൻപാണ് സംഭവം നടന്നതെന്നും പോലീസ് കണ്ടെത്തി. ദുരഭിമാനക്കൊലയാണ് ഇതെന്ന് രാഷ്ട്രീയ നേതാക്കളും ആക്ടിവിസ്റ്റുകളും ആരോപിച്ചു. അവിഹിത ബന്ധം ആരോപിച്ച് ഗോത്ര നേതാവ് വധശിക്ഷ വിധിക്കുകയായിരുന്നു എന്നാണ് സൂചന. സംഭവം വിവാദമായതോടെ മതപണ്ഡിതരും പൊതുസമൂഹവും പ്രതിഷേധവുമായി രംഗത്തെത്തി. ടാറ്റ പോകുന്നു. ശരിക്കും എയറിൽ F-35 മടങ്ങി. ആദ്യ പറക്കൽ ഓസ്ട്രേലിയയിലേക്ക്. 1 മാസത്തിലേറെ നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷം ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് നിന്നും പറന്നുയർന്നു. F-35B യുദ്ധവിമാനം രാവിലെ 10:50 മടങ്ങിയത്. വിമാനത്തിലെ ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ പരിഹരിക്കുവാൻ ഏതാനും ആഴ്ചകൾ മുൻപ് ബ്രിട്ടനിൽ നിന്നെത്തിയ 14 അംഗ വിദഗ്ധ സംഘത്തെ കൊണ്ടുപോകുവാൻ ബ്രിട്ടീഷ് സേനാ വിമാനം നാളെ എത്തും. അറ്റകുറ്റപ്പണികൾക്കായി നിർത്തിയിട്ടിരുന്ന എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ നിന്നും ഇന്നലെ രാവിലെ പുറത്തിറക്കിയ വിമാനത്തിൽ ഇന്ധനം നിറച്ചിരുന്നു. കഴിഞ്ഞ മാസം 14 വിമാനം തിരുവനന്തപുരത്ത് ഇറക്കിയത്. അറബിക്കടലിലെ ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലിൽ നിന്നും പരിശീലനത്തിനായി പറന്നുയർന്ന വിമാനം ഇന്ധനം തീരാറായതോടെയാണ് അടിയന്തര ലാൻഡിംഗ് വേണ്ടിവന്നത്. ഇതിനിടെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചു. ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തുന്നതുവരെ വിമാനത്താവളത്തിലെ തുറസായ സ്ഥലത്താണ് വിമാനം ഈ മാസം 6 തിരുവനന്തപുരത്തെത്തിയ സംഘം വിമാനത്തെ ഹാങ്ങറിലേക്ക് മാറ്റിയത്. വിമാനത്താവളത്തിൽ യുദ്ധവിമാനം നിർത്തിയിട്ടതിന്റെ പാർക്കിംഗ് ഫീസ് വിമാനത്താവള നടത്തിപ്പുകാരായ അദാനി കമ്പനിക്ക് ബ്രിട്ടീഷ് സേന നൽകേണ്ടിവരും. ഹാങ്ങർ ഉപയോഗിച്ചതിന്റെ വാടക എയർ ഇന്ത്യയ്ക്കും നൽകും. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശം. സ്റ്റാറ്റസ്: യുവ ഡോക്ടറെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ സീനിയർ റെസിഡന്റും വളാഞ്ചേരി നടുക്കാവിൽ ഡോക്ടർ സാലിഖ് മുഹമ്മദിന്റെ ഭാര്യയുമായ CK ഫർസീനയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെ വൈകിട്ട് 5ഓടെയാണ് മഞ്ചേരി വയപ്പാറപ്പടിയിലെ ഫ്ളാറ്റിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടത്. വൈകിട്ട് 4ഓടെ സഹപാഠികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജീവിതം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച സന്ദേശം അയക്കുകയും സ്റ്റാറ്റസായി വയ്ക്കുകയും ചെയ്തു. ഇന്നലെ ഉച്ചവരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നതായും വിഷാദ രോഗത്തിന് ചികിത്സ തേടിയിരുന്നതായും സഹപ്രവർത്തകർ പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. റഷ്യ യുക്രൈൻ ചർച്ച ഈ ആഴ്ച നടന്നേക്കും. പരസ്പരം ആക്രമണം ശക്തമാക്കി ഇരു രാജ്യങ്ങളും. സംഘർഷം തുടരുന്നതിനിടെ യുക്രൈനും റഷ്യയും തമ്മിൽ സമാധാന ചർച്ചയ്ക്ക് സാധ്യത തെളിയുന്നു. വ്യാഴം വെള്ളി ദിവസങ്ങളിലായി തുർക്കിയിലെ ഇസ്താംബൂളിൽ ചർച്ച നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 7 ആഴ്ചകൾക്കു ശേഷമാണ് യുക്രൈനും റഷ്യയും തമ്മിൽ ചർച്ചയ്ക്ക് വീണ്ടും വഴി തെളിയുന്നത്. 50 ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ നടപ്പാക്കുവാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനു മേൽ സമ്മർദ്ദം ശക്തമാകുന്നതിനിടെയാണ് ചർച്ച സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ആലുവ ലോഡ്ജിലെ കൊലപാതകം. വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ശല്യം ചെയ്തു ഒഴിവാക്കുവാനായി കൊലപ്പെടുത്തി. ആലുവയിലെ ലോഡ്ജിൽ കൊല്ലം സ്വദേശിനിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ശല്യപ്പെടുത്തിയതിനാൽ ഒഴിവാക്കാനായി കൊലപ്പെടുത്തിയെന്നാണ് കൊല ചെയ്ത നേര്യമംഗലം സ്വദേശി ആലുവ പോലീസിന് നൽകിയ മൊഴി. വിവാഹം കഴിക്കണമെന്ന് നിരന്തരമായി നിർബന്ധിച്ചിരുന്നുവെന്നും നാട്ടിലും വീട്ടിലും ഇതിന്റെ പേരിൽ തന്നെ നാണം കെടുത്തി എന്നും കൊലയ്ക്ക് കാരണമായ ഇയാൾ പോലീസിന് മൊഴി നൽകി. അമിതമായ മദ്യലഹരിയിലായിരുന്നു കൊലപാതകം നടത്തുമ്പോൾ എന്നും പ്രതി.
സീനിയർ ആക്ടറിനൊപ്പം ഫഫയും നസ്രിയും പ്രണവും കൂടെ സുചിത്രയും ഫർഹാനും സമീറും. ഫഫ റഫറൻസുമായി എത്തിയ മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വം ടീസർ തരംഗമാകുന്നതിനിടെ സീനിയർ ആക്ടറിനൊപ്പമുള്ള ഫഹദിന്റെ ചിത്രങ്ങളാണ് ശ്രദ്ധേയമാകുന്നത്. മോഹൻലാലിന്റെ കൊച്ചിയിലെ വസതിയിലെത്തിയ ഫഹദ്, നസ്രിയ, ഫർഹാൻ ഫാസിൽ എന്നിവരെ ചിത്രങ്ങളിൽ കാണാം. പ്രണവ് മോഹൻലാൽ, സുചിത്ര മോഹൻലാൽ, സുഹൃത്ത് സമീർ ഹംസ എന്നിവരും ആതിഥേയത്വം വഹിച്ചു. ഇതാദ്യമായല്ല ഫഹദും നസ്രിയും മോഹൻലാലിന്റെ വസതിയിൽ എത്തുന്നത്. മോഹൻലാലിന്റെ സുഹൃത്തായ സമീർ ഹംസ തന്നെ ഇതിനു മുൻപ് ഇവർ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ആരാധകർക്കായി പങ്കുവച്ചിരുന്നു. 2 മാസം കൊണ്ട് കുറച്ചത് 17 കിലോ ഭാരം. ഇനി ഫിറ്റ്നസ് പറഞ്ഞൊഴിവാക്കരുത് ഞെട്ടിച്ച ഇന്ത്യൻ താരം. ശരീരഭാരം കുറച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്കുള്ള തിരിച്ചുവരവ് ലക്ഷ്യമിട്ട് യുവതാരം സർഫറാസ് ഖാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ പ്രകടനം നടത്തുമ്പോഴും ഫിറ്റ്നസ് പ്രശ്നങ്ങളുടെ പേരിൽ സീനിയർ ടീമിലേക്ക് സർഫറാസിനെ പലപ്പോഴും പരിഗണിച്ചിരുന്നില്ല. കഠിന പരിശീലനത്തിനും ഭക്ഷണ നിയന്ത്രണങ്ങൾക്കും ഒടുവിൽ 17 കിലോയാണ് സർഫറാസ് ഖാൻ കുറച്ചത്. 2 മാസം കൊണ്ടാണ് സർഫറാസ് ഭാരം കുറച്ചത്. ജിമ്മിൽ നിന്നുള്ള ചിത്രങ്ങൾ സർഫറാസ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.